നമസ്തേ. എല്ലാ കുഞ്ഞുങ്ങളെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാളം ക്ലാസ് തുടങ്ങിയാലോ? ഇന്ന് നമുക്ക് ഓമനച്ചങ്ങാതിമാർ എന്ന ഒരു പുതിയ പാഠം പരിചയപ്പെടാം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ചങ്ങാതിമാരുണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഇന്ന് നമുക്ക് ദീപു എന്ന് പറയുന്ന ഒരു പുതിയ ചങ്ങാതിയെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ദീപുവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ എല്ലാവർക്കും കൂടി ദീപുവിന്റെ വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പോയാലോ? എല്ലാവരും തയ്യാറാണോ? ഇനി എല്ലാവരും ടീച്ചർ പറയുന്നതിനനുസരിച്ച് ചിത്രത്തിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എല്ലാവരും ചിത്രം കണ്ടോ? ഇതാണ് ദീപുവിന്റെ വീട്. ചിത്രത്തിൽ കാണുന്ന ഈ വീട്ടിലാണ് ദീപു താമസിക്കുന്നത്. ഇനി എല്ലാവരും ദീപുവിനെ കണ്ടോ? ദീപു എന്തു ചെയ്യുന്നു? എന്താണ്? അതെ, ദീപു കോഴിക്ക് തീറ്റ കൊടുക്കുന്നു. ദീപുവിന്റെ അടുത്ത് ആരൊക്കെയുണ്ട്? 2 പെൺകുട്ടികൾ നിന്ന് കളിക്കുന്നു. വേറെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ. പിന്നെയോ ഒരു ആടിനെയും ആട്ടിൻകുട്ടിയെയും കാണാം. പിന്നെയോ അതാരാ പശുവിന്റെ അടുത്തിരിക്കുന്നത്? അതെ, ദീപുവിന്റെ അമ്മയാണത്. ദീപുവിന്റെ അമ്മ എന്തു ചെയ്യുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ദീപുവിന്റെ അമ്മ പശുവിനെ കറക്കുന്നു. അതിനപ്പുറത്തായി ഒരു പശുക്കിടാവുമുണ്ടല്ലോ. തൊഴുത്തും കാണുന്നുണ്ട്. അതേതാ മരം? ഏതാ? അതെ, അതൊരു പ്ലാവാണ്. പ്ലാവിൽ ആരായിരിക്കുന്നത്? പ്ലാവിൽ 3 ചക്കയും ആ ചക്കയുടെ പുറത്ത് ഒരു അണ്ണാനും ഇരിപ്പുണ്ടല്ലോ. എല്ലാവരും കണ്ടോ? പ്ലാവിന്റെ താഴെ എന്താണ് ആ കാണുന്നത്? അത് ഒരു ചിലന്തി കൂടുവയ്ക്കുന്ന കാഴ്ചയാണല്ലോ. ഇനി അടുത്ത ചിത്രത്തിൽ ഒന്ന് എല്ലാവരും നോക്കിക്കേ. ദീപുവിന്റെ വീടിന് മുൻവശമാണ് ഈ കാണുന്നത്. വീടിന്റെ മുൻവശത്തായി ഒരു കുളം കാണുന്നുണ്ടല്ലോ. ആ കുളത്തിൽ താറാവുകളും ഉണ്ട്. അത് മാത്രമാണോ? ഒക്കുമുണ്ട്. പശുക്കൾ മേയുന്ന കാഴ്ചകൾ എല്ലാവരും കണ്ടോ? കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? കുട്ടികൾ പന്ത് കളിക്കുന്നുണ്ടല്ലോ. കുറച്ചു കുട്ടികൾ പന്ത് കളിക്കുന്നത് കാണുന്നുമുണ്ട്. മരങ്ങളുണ്ട്. ഒരു മല കാണുന്നുണ്ട്. വയല് കാണുന്നുണ്ട്. ചെടികള്. പിന്നെയോ ഒരു ചെടിയുടെ പുറത്ത് ഒരു ഓന്ത് ഇരിപ്പുണ്ട്. ചിത്രശലഭങ്ങൾ പറക്കുന്നത് എന്ത് ഭംഗിയുള്ള കാഴ്ചയാണല്ലേ. ദേ നോക്കിക്കേ ചിത്രശലഭത്തിനെ. ആരാ പാറപ്പുറത്തിരിക്കുന്നത്? അതൊരു പൂച്ചയാണല്ലോ. അത് ദീപുവിന്റെ പൂച്ചയാണെന്ന് തോന്നുന്നു. പാളത്തിലൂടെ ഒരു തീവണ്ടി വരുന്ന കാഴ്ച എല്ലാവരും കണ്ടോ? എന്തൊക്കെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി കുട്ടികൾ എല്ലാവരും ഈ ചിത്രത്തിലൊന്ന് നോക്കിക്കേ. ദീപുവിന്റെ അമ്മ പശുവിനെ കറക്കുകയാണ്. പശുവാണെങ്കിലോ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു. ദീപുവിന്റെ അമ്മയുടെ അടുത്ത് ദീപു നിൽപ്പുണ്ട്. തൊട്ടടുത്തായി ഒരു പശുക്കിടാവുമുണ്ട്. ഇനി ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം വായിക്കണം. കേട്ടല്ലോ? ചെമ്പൻ കോഴി കൂവി. ശബ്ദം കേട്ട് ചിഞ്ചുപൂച്ച ഉണർന്നു. ദേഹം നക്കി തോട്ടിക്കൊണ്ട് ഏറെ നേരം കിടന്നു. ദീപു എവിടെ? അവൾ എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അമ്മ പശുവിനെ കറക്കുകയാണ്. ദീപുവും അടുത്തുണ്ട്. അവൾ അങ്ങോട്ട് ഓടിച്ചെന്നു. ദീപുവിന്റെ കാലിൽ മുട്ടിയുരുമി. ഇനി ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എല്ലാവരും ശരിയായി ഉത്തരം പറയണം. ആരാണ് കൂവിയത്? ആരാണ്? അതെ, ചെമ്പൻ കോഴിയാണ് കൂവിയത്. ചെമ്പൻ കോഴിയുടെ ശബ്ദം കേട്ട് നമ്മുടെ ചിഞ്ചുപൂച്ച ഉണർന്നു. ദീപുവിന്റെ പൂച്ചയാണ് ചിഞ്ചുപൂച്ച. ദേഹം നക്കി തോർത്തിക്കൊണ്ട് ഏറെ നേരം ചിഞ്ചുപൂച്ച കിടന്നു. എന്നിട്ട് ചിഞ്ചുപൂച്ച ദീപുവിനെ അന്വേഷിച്ചു. ദീപു എവിടെ? ചിഞ്ചുപൂച്ച എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? അമ്മ പശുവിനെ കറക്കുകയാണ്. ദീപുവും അമ്മയുടെ അടുത്തുണ്ട്.
അവൾ അങ്ങോട്ട് ഓടിച്ചെന്നു. എന്നിട്ടോ ദീപുവിൻ്റെ കാലിൽ മുട്ടിയുരുമി. എങ്ങനെയാണ് ചിഞ്ചുപൂച്ച വിളിച്ചത്? ഞ്യാവ് ഞ്യാവ്. ഇതാരാ ഈ നിൽക്കുന്നത്? ഇത് ദീപുവിൻ്റെ താറാവാണ്. ക്വാക്ക് ക്വാക്ക് ക്വാക്ക്. താറാവ് വിളിക്കുകയാണ്. ദീപു ബാഗ് എടുത്തു. സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി. മോനെ, ഭാർഗവന് കൊടുക്കേണ്ട പാൽ എടുക്കണേ. പാൽക്കുപ്പി സഞ്ചിയിൽ വച്ചിട്ടുണ്ടമ്മേ. ദീപു പോയി. ചിഞ്ചു തനിച്ചായി. ഇനി ആരുടെ കൂടെ കളിക്കും? അപ്പോൾ ദീപുവിന് സ്കൂളിൽ പോകാനുള്ള സമയമായി. ദീപു ബാഗ് എടുത്തു. സ്കൂളിലേക്ക് പോകാൻ തയ്യാറായി. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? ഭാർഗവന് കൊടുക്കേണ്ട പാൽ എടുക്കാൻ മറക്കരുതേ എന്നാണ് അമ്മ ദീപുവിനോട് പറഞ്ഞത്. ദീപു എന്താണ് അമ്മയോട് മറുപടി പറഞ്ഞത്? പാൽക്കുപ്പി സഞ്ചിയിൽ വച്ചിട്ടുണ്ട് എന്നാണ് ദീപു പറഞ്ഞത്. ദീപു പോയപ്പോൾ നമ്മുടെ ചിഞ്ചുപൂച്ച തനിച്ചായി. ഇനി ഞാൻ ആരുടെ കൂടെ കളിക്കും? ചിഞ്ചുപൂച്ചയ്ക്ക് സങ്കടമായി. ജൂലി, ജൂലി, വാ നമുക്ക് കളിക്കാം, ചിഞ്ചുപൂച്ച താറാവിനോട് പറഞ്ഞു. ഏയ്, ഞാനില്ല, എനിക്ക് നീന്താൻ പോകണം, ജൂലി താറാവ് പറഞ്ഞു. അപ്പോൾ ദീപുവിന്റെ താറാവിന്റെ പേരെന്താണ്? ജൂലി താറാവ്. ചിഞ്ചുപൂച്ച ജൂലിയോട് എന്താണ് ചോദിച്ചത്? ജൂലി, നമുക്ക് കളിച്ചാലോ എന്നാണ് ചിഞ്ചുപൂച്ച ചോദിച്ചത്. അപ്പോൾ ജൂലി താറാവ് എന്തു പറഞ്ഞു? പറ്റില്ല, എനിക്ക് നീന്താൻ പോകണം. ബേ ബേ, അമ്മിണിയാട് വന്നു. എന്റെ കൂടെ കളിക്കാൻ വരുമോ? ചിഞ്ചു ചോദിച്ചു. ചോദ്യം കേട്ട ആട് പറഞ്ഞു, പറ്റില്ല, എനിക്ക് പ്ലാവില തിന്നണം. വീണ്ടും നമ്മുടെ ചിഞ്ചുപൂച്ച അമ്മിണിയാടിനോട് കളിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മിണിയാട് എന്ത് പറഞ്ഞു? പറ്റില്ല, എനിക്ക് പ്ലാവില തിന്നണം എന്നാണ് പറഞ്ഞത്. പാടത്തു മേയുന്ന എരുമയെയും പോത്തിനെയും കളിക്കാൻ വിളിച്ചു. അവരും വന്നില്ല. ഇനി എല്ലാവരും ഒന്ന് പറഞ്ഞേ, ചിഞ്ചുപൂച്ച കളിക്കാൻ ആരെയൊക്കെയാണ് വിളിച്ചത്? ജൂലി താറാവിനെ, അമ്മിണിയാടിനെ, പിന്നെയോ എരുമയെയും പോത്തിനെയും വിളിച്ചു. പക്ഷേ അവരാരും ചിഞ്ചുപൂച്ചയോട് കളിക്കാൻ വന്നില്ല. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ദീപുവിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ അടുത്ത ക്ലാസ്സിൽ ദീപുവിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ടീച്ചർ വരാം.